ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റോമിസ് ആണ്. അപ്പം നമ്മുടെ 9th ചാപ്റ്റർ ആണ് സ്പേസ് എ വേൾഡ് ഓഫ് വണ്ടേഴ്സ്, അതായത് നമ്മുടെ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ സ്പേസിനെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് സ്പേസിനെ പറ്റി നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവയെ പറ്റിയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളൊക്കെ വസിക്കുന്നത് എവിടെയാണെടാ? എർത്തിലാണ് നമ്മളൊക്കെ വസിക്കുന്നത്, നമ്മുടെ ഭൂമിയിലാണ്. ഈ ഭൂമിയുടെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന എന്താണ്? ഭൂമി എന്ന് പറയുന്നത് ഒരു ഗോളാകൃതിയാണ്, ഒരു പെർഫെക്റ്റ് സ്പിയറിന്റെ ആകൃതിയാണെന്ന് പറയും. പക്ഷെ അത് പണ്ട് കാലത്തായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്? ജിയോയിഡ് ഷേപ്പ് ആണെന്നൊക്കെയാണ് നമ്മളിപ്പം പറയുന്നത്. അതുപോലെ തന്നെ മക്കൾക്ക് അറിയുന്ന കാര്യമാണ് എർത്തിന്റെ കുറേ പ്രോപ്പർട്ടീസ്. എർത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? എർത്തിന് എന്താണ്? റൊട്ടേഷൻ അഥവാ ഭ്രമണം ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് സ്വയം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ നമുക്ക് 24 മണിക്കൂർ വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഡേയും നൈറ്റും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എർത്തിന്റെ വേറെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ സ്വയം കറങ്ങുന്നതോടൊപ്പം തന്നെ ആർക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്? നമ്മുടെ സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് എത്ര ദിവസം വേണം? 365 ഡേയ്സ് വേണം. അതാണ് നമ്മൾ ഒരു ഇയർ, ഒരു വർഷമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മിസ്സിന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഇതുപോലെ നമ്മളൊക്കെ നിൽക്കുന്നത് ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ നിന്നൊന്ന് മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? നമ്മളൊരു റൂമിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു റൂഫ് കാണാൻ പറ്റും. ഇനി ഒരു ഓപ്പൺ സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ എന്താണ്? നമുക്ക് നമ്മുടെ മുകളിൽ കൂടെ പോകുന്ന ഏതെങ്കിലും ഒരു പക്ഷികളുണ്ടെങ്കിൽ പക്ഷികളെ കാണാൻ പറ്റും, വിമാനമുണ്ടെങ്കിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ നല്ല ഹൈറ്റിലുള്ള ചെറിയ ചെറിയ ഇലകളൊക്കെയുള്ള അല്ലെങ്കിൽ വലിയ കവുങ്ങ് അല്ലെങ്കിൽ വലിയ വലിയ മരങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവയൊക്കെ എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്, നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലാണ്. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറും കഴിഞ്ഞിട്ട് പിന്നെയും എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്കൊന്ന് അറിയണം. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെല്ലാവരും പറഞ്ഞു ഈ ഭൂമിക്ക് ഒരു ഗോളാകൃതിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ഗോളാകൃതിയായിട്ട് നമുക്ക് ഭൂമിനെ നമ്മൾ എപ്പോഴെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ മാക്സിമം ഹൈറ്റിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ഭൂമിയുടെ ആ ഒരു ഗോളാകൃതി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് എന്താണ്? അത് വളരെ തിന്നായിട്ട് വരുന്നു. അതായത് വായുമർദ്ദം ഇങ്ങനെ കുറഞ്ഞു വരുന്നു. അവിടെയാണിടാ നമ്മൾ സ്പേസ് അല്ലെങ്കിൽ ശൂന്യാകാശം അല്ലെങ്കിൽ ബഹിരാകാശം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പറയുന്നത്? യെസ്, ദ വാസ്റ്റ് എംപ്റ്റി റീജിയൻ ബിയോണ്ട് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശമാണ് എന്ത്? ബഹിരാകാശം എന്ന് പറയുന്നത്. ഈ ബഹിരാകാശത്ത് ആരൊക്കെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറേ ആകാശഗോളങ്ങളുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ എർത്ത്, നമ്മുടെ ഭൂമി എവിടെയാണ്? ബഹിരാകാശത്ത് ഒരു ആകാശഗോളമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം അവിടെ വെച്ച്, അതായത് ബഹിരാകാശത്ത് അല്ലെങ്കിൽ സ്പേസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്താണ് നമ്മുടെ ആ ഒരു എർത്തിൻ്റെ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമുക്കാണെങ്കിൽ നമ്മുടെ ഒരു ഗ്ലോബൊക്കെ നമ്മൾ എന്താണ് ഇതുപോലെ ഇങ്ങനെ റൗണ്ടൊക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എർത്ത് മാത്രമാണോ നമ്മുടെ ഈ ഒരു സ്പേസിലുള്ളത്? അല്ല അല്ലേ. സ്പേസിൽ എന്താണ് കുറേ ഹെവിലി ബോഡീസ് ഉണ്ട്, കുറേ ആകാശഗോളങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ സോളാർ സിസ്റ്റം കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും സെൻറ്ററിൽ ആരുണ്ട്? നമ്മുടെ സണ്ണുണ്ട് അല്ലേ. ഈ സണ്ണിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിശ്ചിത പാതയിലൂടെ അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് പാത്തിലൂടെ റിവോൾവ് ചെയ്യുന്ന 8 പ്ലാനറ്റ്സ് നമുക്കറിയാം. ഏതൊക്കെയാണ്? നമ്മുടെ മെർക്കുറി ഉണ്ട്, വീനസ് ഉണ്ട്, എർത്ത് ഉണ്ട്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് 8 പ്ലാനറ്റ്സ് ഉണ്ട്. ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്ന പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വേറൊരു ആകാശഗോളം ഉണ്ട്. ഏതാണ്? നമ്മുടെ സ്വന്തം മൂൺ. അപ്പോൾ അതിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ്സ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്പേസിൽ നോക്കുന്ന സമയത്ത് എന്താണ്? നമുക്ക് നമ്മുടെ പ്ലാനറ്റ്സിനെ കാണാൻ വേണ്ടി സാധിക്കും, സാറ്റലൈറ്റ്സിനെ കാണാൻ വേണ്ടി സാധിക്കും. ഇതുകൂടാതെ സ്വയം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന, സ്വയം ഇങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർസിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു സ്റ്റാറാണ് നമ്മുടെ സ്വന്തം സൺ എന്ന് പറയുന്നത്. അതുമാത്രമല്ല സണ്ണിനേക്കാളും വലുതാണ് തിരുവാതിര എന്ന് പറയുന്ന ഒരു സ്റ്റാർ. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി? നമുക്ക് സ്റ്റാറുകളുണ്ടെന്ന് മനസ്സിലായി, സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി, പ്ലാനറ്റ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇവയൊക്കെ എവിടെയാണ്? നമുക്ക് സ്പേസിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം മക്കളെ, നമ്മുടെ ഭൂമി മാത്രമല്ല
നമ്മുടെ ഭൂമിയെ പോലെ തന്നെ നിരവധി പ്ലാനറ്റ്സ് എന്താണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. സ്പേസ് എക്സിസ്റ്റ് അറൌണ്ട് ദി എർത്ത്. നമ്മുടെ ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്? ബഹിരാകാശമുണ്ട്. ദ എർത്ത് ഈസ് ജസ്റ്റ് വൺ എമംഗ് ദി സെവറൽ കോർസ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് പ്രസന്റ് ഇൻ സ്പേസ്. അതായത് ബഹിരാകാശത്തെ അനേകം ഗോളങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ആൻഡ് ദ മൂൺ ഈസ് എ സെലസ്റ്റിയൽ ബോഡി ഇൻ സ്പേസ് ആൻഡ് ഈസ് ക്ലോസസ്റ്റ് ടു എർത്ത്. നമ്മുടെ ഭൂമിയുമായിട്ട് ഏറ്റവും അല്ലെങ്കിൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ആകാശഗോളമാണ് നമ്മുടെ സ്വന്തം നാച്ചുറൽ സാറ്റലൈറ്റ് ആയ നമ്മുടെ മൂൺ അഥവാ ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ മിസ് പറഞ്ഞു നമ്മുടെ ബഹിരാകാശത്ത് ഇങ്ങനെ അതിൻ്റെ ആ ബഹിരാകാശത്ത് പോയി നോക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഭൂമിനെ ഇങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു. കാരണം അത്രയും ഹൈറ്റിൽ പോയാലേ നമുക്ക് അതിൻ്റെ ഷേപ്പ് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യൽ റോക്കറ്റുകളുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മൾ മനുഷ്യന്മാരെയും അതുപോലെ തന്നെ ആനിമൽസിനെയും ഒക്കെ നമ്മൾ ഈ പ്ലാനറ്റ്സിനെ പറ്റി പഠിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്പേസിലേക്ക് അയക്കും. അങ്ങനെ ആദ്യമായിട്ട് ആരാണ് പോയത്? നമ്മുടെ യൂറി ഗഗാറിനാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഏത് വാഹനത്തിലാണ് പോയത്, ഏത് ഇയർ ആണ് പോയത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് മക്കൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ നമ്മുടെ പ്ലാനറ്റ്സിന്റെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. അപ്പം നമ്മുടെ യൂറി ഗഗാറിനെ പറ്റിയാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ട് വന്നത്. അദ്ദേഹത്തിന്റെ ചിത്രം മക്കൾ ഐഡന്റിഫൈ ചെയ്യണം. അദ്ദേഹം ട്രാവൽ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാഹനത്തിന്റെ പേര്, അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന ആ ഒരു വർഷമൊക്കെ ആലോചിക്കണം. അപ്പോൾ ഏതായിരുന്നു ആ വർഷം എന്ന് പറയുന്നത്? നമ്മുടെ 12th April 1961 ആയിരുന്നു കേട്ടോ. അന്നാണ് അദ്ദേഹം എവിടെ എത്തിയത്? സ്പേസിലെത്തിയത്. അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന്റെ പേരായിരുന്നു വോസ്റ്റോക്ക് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൂട്ടുകാർ ഓർത്തിരിക്കുക. 1961 April 12 വോസ്റ്റോക്ക് 1 എന്ന് പറയുന്ന ബഹിരാകാശ പേടകമാണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ എവിടെ എത്തിച്ചത്? ബഹിരാകാശത്ത് എത്തിച്ചത്. അതും കൂട്ടുകാർ ഓർത്തിരിക്കുക കേട്ടോ. അപ്പം എങ്ങനെയാണ് സ്പേസിൽ എത്തിയത്, ഏത് വാഹനമാണ് യൂസ് ചെയ്തത് എന്നൊക്കെ കൂട്ടുകാർ എന്ത് വേണം? ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു സ്പേസിനെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടി ഒറ്റ നോട്ടത്തിൽ പഠിക്കാം. ഫസ്റ്റ് പോയിന്റ് ഓർത്തിരിക്കുക. ബഹിരാകാശം എന്ന് പറയുന്നത് എന്താണ്? ശൂന്യമാണ്. വായു, കാറ്റ്, മേഘങ്ങളൊന്നും ഇവയിലില്ല. രാത്രിയിൽ ടോർച്ച് തെളിച്ചാലും എന്താണ്? നമുക്ക് പ്രകാശത്തിന് ബീം കാണാൻ സാധിക്കില്ല. ആകാശം കറുത്തതാണ്. ഗുരുത്വാകർഷണ ശക്തിയില്ല. വസ്തുക്കൾക്ക് ഭാരമില്ല. പകൽ തീവ്രമായ നല്ല ചൂടുണ്ട്. രാത്രിയിലാണെങ്കിൽ നല്ല തണുപ്പാണ്. ഓസോൺ പാളിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യനിൽ നിന്നുള്ള രശ്മികൾ, അൾട്രാ വയലറ്റ് കിരണങ്ങളൊക്കെ എന്താണ്? നേരിട്ട് പതിക്കും. അപ്പോൾ ഈ പോയിന്റുകളും എന്ത് ചെയ്യുക മക്കള്? ഓർത്തിരിക്കുക. ഇപ്പം ഏകദേശം നമ്മുടെ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ? അതുപോലെ തന്നെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക? മുഴുവൻ ക്ലാസ്സസും എന്ത് ചെയ്യുക? ഡെഫിനറ്റ് ആയിട്ട് കാണുക. അങ്ങനെ നല്ലൊരു ഐഡിയ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എനിവേ ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.